ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടാക്കിൾ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏകദേശം സെപ്റ്റംബറിൽ എടുത്തിരുന്നൊരു വീഡിയോ ആണിത്. നമ്മുടെ തനക്പൂർ, ഉത്തരാഖണ്ഡിലെ തനക്പൂരിൽ വെച്ച് നടന്നൊരു ആംഗ്ലിംഗ് കോമ്പറ്റീഷൻ്റെ ഒരു വീഡിയോസാണ്. നമുക്കത് പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. സോ ഫസ്റ്റ് ഓഫ് ഓൾ സോറി ഫോർ ദാറ്റ് ഡിലേ. അപ്പോൾ നമ്മുടെ ഉത്തരാഖണ്ഡിൽ ശരിക്കും നമ്മുടെ ഗോൾഡൻ മഷീർ ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാ ആംഗ്ലേഴ്സിൻ്റെ ഒരു ഡ്രീം ആയിട്ടുള്ളൊരു ഫിഷിംഗ് ആണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നോർത്ത് ഈസ്റ്റിൽ, പ്രത്യേകിച്ച് നമ്മുടെ സൗത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, സൗത്ത് എന്നല്ല, സൗത്ത് നോർത്തൊക്കെ ഉള്ള ആളുകൾ, വെസ്റ്റിലൊക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നോർത്ത് ഈസ്റ്റ് എത്തുക വെച്ചാൽ ഒരുപാട് ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് എപ്പോഴും ഒരു ഡ്രീം ഫിഷിങ്ങിലോട്ട്, ഒരു ഗോൾഡൻ മഷീർ ഫിഷിംഗ് നമുക്ക് ഒരു എത്തിപ്പെടാൻ പറ്റാത്ത, അല്ലെങ്കിൽ വളരെ കോസ്റ്റ് കൂടുതലുള്ളൊരു ഫിഷിങ്ങായി മാറുന്നത്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കാലിക്കറ്റിൽ നിന്ന് ഒരു കണക്റ്റഡ് ഫ്ലൈറ്റ് വഴി ബാംഗ്ലൂരിൽ നിന്ന് നമുക്ക് ബരേലി, അത് ഉത്തർപ്രദേശിലെ ബരേലിയിലോട്ടാണ് നമ്മൾ ഫ്ലൈറ്റ് പോയത്. അതാണ് ഏറ്റവും നല്ല ഓപ്ഷൻ. അപ്പോൾ നമ്മുടെ ഈ കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ നിന്നും പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം എനിക്കിവിടെ രാവിലെ ഒരു 10 മണിക്ക് ബരേലിയിലോട്ട് ഫ്ലൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ കണക്ഷൻ ഫ്ലൈറ്റ് വഴി ബരേലിയിൽ പോയി കഴിഞ്ഞാൽ അവിടുന്ന് നമ്മളൊരു ടാക്സി വിളിക്കുകയാണെങ്കിൽ ഉത്തരാഖണ്ഡിലോട്ട്, തനക്പൂർ എന്നുള്ള സ്ഥലം, തനക്പൂരിലോട്ട് നമുക്കൊരു 5 മണിക്കൂർ ട്രാഫിക്കിനനുസരിച്ച്, ട്രാഫിക്കെല്ലാം നമ്മൾ ഓടിക്കുന്ന ഡ്രൈവറും കാര്യങ്ങൾക്കനുസരിച്ച് എത്താൻ പറ്റും. അവിടുന്ന് നമ്മൾ ശരിക്കും നമ്മുടെ കോമ്പറ്റീഷൻ നടന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ചുക്ക എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്തായിരുന്നു. ചുക്ക, അതായത് നമ്മുടെ മഹാകാളി റിവർ, ആ മഹാകാളി റിവറിലാണ് നമ്മൾ ഫിഷിങ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ചുക്ക എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഈ ഒരു ആംഗ്ലിംഗ് കോമ്പറ്റീഷൻ മെയിനായിട്ട് നടന്നിട്ടുണ്ടായിരുന്നത്. 2 ദിവസത്തെ പ്രോഗ്രാമായിരുന്നു. ഏകദേശം ഒരു 25ഓളം പേര് ഓൾ ഇന്ത്യയിൽ നിന്നും, ഇന്ത്യയിലെ വ്യത്യസ്തമായ സ്റ്റേറ്റുകളിൽ നിന്നും 25ഓളം പേര് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ നിന്ന് ഞാനുണ്ടായിരുന്നു, അതുപോലെ ബാംഗ്ലൂരിൽ നിന്ന് ഡെറിക്ക് ഉണ്ടായിരുന്നു, പിന്നീട് നമുക്ക് ചെന്നൈയിൽ നിന്ന് ആളുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഹൈദരാബാദ്, പിന്നീട് അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മുംബൈ, അങ്ങനെയുള്ള ഒരു എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നും അവിടെ ഓരോ റെപ്രസെൻറ്റേറ്റീവായിട്ട് 1-2 പേരായിട്ട് റെപ്രസെൻറ്റേറ്റീവായിട്ടുണ്ടായിരുന്നു. വളരെ രസകരമായിട്ടുള്ള, നമ്മൾ ഒരിക്കലെങ്കിലും നമ്മൾ ഫിഷിംഗ് ഇഷ്ടപ്പെടുന്നവർ പോയിട്ട് ഒന്ന് എൻജോയ് ചെയ്യേണ്ട. എപ്പോഴും നമ്മൾ പോകുമ്പോൾ ഒരു ഗ്രൂപ്പായിട്ട് പോകാൻ നോക്കുക. കാരണം നമുക്കൊരു ഇൻറ്റേർണൽ ട്രാവലിങ് മെയിനായിട്ട് നമുക്ക് കോസ്റ്റ് വരുന്ന ട്രാവലിംഗ് കോസ്റ്റാണ്. കാരണം നമുക്ക് ഇപ്പോൾ ഡൽഹിയിൽ ഒരു ഓപ്ഷനാണ്. ഡൽഹിയിൽ പോയിട്ട് നമുക്ക് അവിടെ നിന്ന് ബൈ റോഡ് ഈ ഉത്തരാഖണ്ഡിൽ നമുക്ക് ഏതെങ്കിലും ഫിഷിംഗ് സ്പോട്ടിൽ എത്താൻ പറ്റും. പക്ഷേ എനിക്ക് തോന്നുന്നു ഏറ്റവും ഐഡിയൽ ഓപ്ഷൻ എല്ലാ സമയത്തും നമുക്ക് ബരേലി എന്ന് പറഞ്ഞുള്ള എയർപോർട്ടിലോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ എപ്പോഴും ഒരു 4 പേരുടെ അല്ലെങ്കിൽ ഒരു 4, 5, 6 പേരുടെ ഗ്രൂപ്പായിട്ട് പോകുമ്പോൾ നമുക്ക് ഒരുപാട് ട്രാവലിൻ്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഒരു അത്യാവശ്യം എന്തായാലും ഒരു 40-50 രൂപ കോസ്റ്റ് വരുന്നൊരു ഫിഷിംഗ് ട്രിപ്പ് തന്നെയാണ് അത്. നമുക്ക് ഗ്രൂപ്പായിട്ട് പോകുന്നതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ റേറ്റും നമുക്ക് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റുന്നൊരു ട്രിപ്പാണ്. പക്ഷേ വളരെ രസകരമായിട്ടുള്ള കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ, അതായത് വെള്ളം വലിയ മോശമില്ലെങ്കിൽ, കാരണം മഴ പെയ്ത് കഴിഞ്ഞാൽ ഏത് സമയത്ത്, കാരണം മലയിൽ നിന്ന് വരുന്ന ഇതായതുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഫിഷിൻ്റെ ആക്ടിവിറ്റിയെ ബാധിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ വളരെ രസകരമായിട്ട് എൻജോയ് ചെയ്ത്, കാരണം നമുക്ക് ഒരു സാധാരണഗതിയിൽ എവിടെയും കാണാൻ പറ്റാത്തൊരു ക്ലൈമറ്റുകളും അതുപോലെ തന്നെ ഒരു ലാൻഡ്സ്കേപ്പും കാര്യങ്ങളൊക്കെയാണ്. പോകാൻ പറ്റുന്നവർക്ക് എപ്പോഴും എക്സ്പ്ലോർ ചെയ്യാവുന്ന ഒരു സ്ഥലമാണ് നോർത്ത് ഈസ്റ്റിലെ ഇതേപോലെ ഉത്തരാഖണ്ഡ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഫിഷിങ്. അതുപോലെ ഗോൾഡൻ മഷീർ എന്ന് പറഞ്ഞാൽ വളരെ രസകരമായിട്ടുള്ള മീനും നല്ല ഫിഷിങ്ങും ആക്ടിവിറ്റിയും എല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ്. सामान निकालना है एक नेपाल के we were staying in Surai, so we were roaming about. Just forest guys. And we
Okay, they'll weigh the fish in the landing net. Okay, because we don't have a separate weighing mat, so they will weigh it and then weigh the mat just after that and minus the weight of the landing net. Okay, so all scales have been calibrated, so all scales are giving the same reading. So there is nothing like one scale is doing. It's been a thing, and everything is random. Yeah. Everything is random, right? So once the weighing is done, the marshal will show you the thing. Take a photograph if you can of the weight and the fish. Okay. Once you say it's okay, only then the marshal will release it down. Okay. And note it. And then you have this to write down your fish. We've got fish name species. As we mentioned, all fish we want to take a record. Okay. If it is a small one, you don't want to wait, no problem. But make a record of it. Yeah. Of all the fish that you can. If you catch asla, catch whatever, foul hook, whatever it is, just mention everything. Now the section is where you're fishing today. Okay. So 1 and 2 will fish this beat. 3 and 4 will fish down. Okay. So that section will be written here. Afternoon we will swap. Okay. After lunch we will swap the groups. Tomorrow again the same thing, we will swap. So everybody gets opportunity to fish in both the beats. Not like saying, okay, सिर्फ इधर मच्छी मिल रहा है, हमें उधर ही जाना है. तो कल सुबह स्वैप होगा इन द सेंस मॉर्निंग वाला. Yeah, yes. बिकॉज़ तो हमें सुबह मिलेगा नहीं वहाँ बड़ा वाला. Hey! Like all 4 will be different, right? So they will push the fish down, we catch them there. So we'll go after an hour. Then we push them up, then we catch them here in the morning. Anyways, let's continue. Okay, then the weight is in kgs, okay? So please make sure the weighing scale can do both pound and kg. मैंने select किया सर. Yeah. So tomorrow also, if you have, once you submit, we'll just scratch it and then you can continue tomorrow for the next This day. co-signing by a co-angler, वो वहाँ पे he's fishing and then you holler at him. then you Anyone start, who's you know, you the disturb nearest the guy. other guy also. There'll be somebody nearby. कोई तो The marshal is signed, but one co-angler just to validate. basically is validation. Yeah, validation. मार्शल को तूने पटा दिया फिर. अरे विक्रम को नहीं पटाया. Now everything is double check, double validation. Angler is the most. एक राइट हैंड से कर लेना, दूसरा Yes, बिल्कुल. Yes. Oh yeah. Good. Boys, be careful over here. Yeah. Yep. Careful. यहाँ पे लॉक है राइट साइड में. There'll be one. Oh yeah. Take care of this. Okay, yeah. Sure. This one. Dangerous. There is നമ്മുടെ മോളിക്സിന്റെ ജോയിന്റഡ് ഷാഡാണ് സോഫ്റ്റ്. Which one is the easiest? First one? So what I am doing. Whoa. Okay. So good morning. So the second day we got first fish. നമ്മൾ തുടങ്ങിയിട്ടില്ല കേട്ടോ, അതിൻ്റെ മുന്നേ തന്നെ ഇവിടെ ആസിഫ്, that's good, no? दिखाओ. अच्छा किया. Yes, आसिफ. Good यार. Just hook. Congrats. 6 kg? No. 2.5. 2 kg या 3 kg. So here is our first golden हाँ, machine. कितना है वही वेट कटने के बाद कितना अभी करेंगे. रिलीज कर दो सर. रिलीज कर दो. या सर मैं You रिलीज release. प्लीज let me do. On jointed. I love this species.
लेना वीडियो में रिलीज करते हैं दोस्तों इसको तो क्लोजअप ले लेना Want no? It's not going? She'll go, जा बेटा He's going Oh yeah! Good, good, good. So the second fish, I think, is a good day today. Hey, Master, come, come. Good, good, good. Very good. Hey, keep on there, keep there only. So what happened? Keep it there, no? Ah. Chatka marega, it may go. Okay, But okay. it's got a long life.